വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ചേർക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിലൊന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പം പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ കൂടി, കുറച്ച് ഉപ്പും കുറച്ച് എന്താ പറയുക നാരങ്ങാനീരും കൂടി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് ആ ടൈം അനുസരിച്ച് വെക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഒരുപാട് തിക്കി ഇടുന്നില്ല ആദ്യം തന്നെ, കാരണം ഒരു മസാലയൊക്കെ എന്താ പറയുക നമ്മുടെ എണ്ണയിലൊക്കെ വന്ന് കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ആദ്യം തന്നെ ഇടുന്നത്. അപ്പോൾ ബോൺലെസ് ചിക്കൻ ഒരു മീഡിയം സൈസിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നമ്മൾ എണ്ണ ഒഴിച്ചൊന്നും അല്ല നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത്രയും എണ്ണയാണ് കേട്ടോ. അപ്പോൾ ബാക്കി എണ്ണ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത്രയൊക്കെ ഫ്രൈ ആയാൽ മതി കേട്ടോ. ബാക്കി നമ്മളിനി റോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ കുക്കായിക്കോളും. അപ്പോൾ ഇത് ഞാൻ എല്ലാം തന്നെ ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വരുമ്പോൾ തന്നെ ആയാലും ആ ഒരുപാടൊന്നും കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ബാക്കി ഒരുവിധം ആയപ്പോൾ ഞാനിതെല്ലാം മറ്റൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കി ഉള്ള ആ ഒരു ചിക്കനും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇത്രയുമാണുള്ളത്, അതുകൊണ്ട് ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ രണ്ട് സൈഡും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കേട്ടോ, ടേബിൾ സ്പൂണാണ്. 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാനിവിടെ 2 വലിയ സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ലൈസായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ലത്, കാരണം റോസ്റ്റിന് എപ്പോഴും സ്ലൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും സ്ലൈസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ സ്ലൈസായിട്ട് 2 വലിയ സവാള, ചെറുതാണെങ്കിൽ ഒരു 3 എടുക്കാം. അപ്പോൾ 2 വലിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് നമുക്കിതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിപ്പോവും, പക്ഷേ കുക്കായി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം വഴറ്റിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് 10 മിനിറ്റ്. അപ്പോൾ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പം എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ ഒരു ഹാഫായി തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് 2 വലിയ തക്കാളി ആണ്, 2 വലിയ തക്കാളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത് ഒരുവിധം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊന്ന് മൂടി കൊണ്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്യും കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഒന്ന് മൂടി കൊണ്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റോളം മൂടി കൊണ്ട് അടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയാം, ആ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഒന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി നമുക്കിതുപോലെ തന്നെ മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുവിധം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇപ്പം വീണ്ടും ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ആക്കി കൊടുത്തിട്ട് വീണ്ടും ഞാൻ മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്യുകയാണ്.
അപ്പോൾ 2-3 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് 2-3 മിനിറ്റിന് ശേഷം ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഞാൻ ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ സവാള എല്ലാം തന്നെ നല്ല സോഫ്റ്റായി തന്നെ, സവാളയും തക്കാളിയും എല്ലാം തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് മല്ലിപ്പൊടിയുടെ കുത്തലൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പം ഒരു 2 ടീസ്പൂണോളം. ഇനി ഒരു ടീസ്പൂണോളം ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുമ്പം, വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി അഥവാ അങ്ങനെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ താല്പര്യമില്ലായെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക സ്മെല്ല് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇനിയാണ് നമ്മൾ ചേർക്കുന്ന ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് കൂടുന്നത്. ഇത് ടൊമാറ്റോ സോസാണ്. 1 ടീസ്പൂണോളം, അധികം ഒന്നും വേണ്ട, 1 ടീസ്പൂണോളം മാത്രം മതി. 1 ടീസ്പൂണോളം സോയാ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസും സോയാ സോസും ഓരോ ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ചിക്കൻ റോസ്റ്റിന്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു തക്കാളിയും സവാളയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മളിനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഡ്രൈ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ സവാളയുടെയും തക്കാളിയുടെയും ടേസ്റ്റ് ചിക്കനിലേക്ക് വരാണ്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചിക്കൻ റോസ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക സ്മെല്ലാണ്. ആ സോസും കൂടി ചേർക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലിടാം. അപ്പോൾ മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ തന്നെ ആയിരിക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റിന്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി ആ മല്ലിയിലയും കൂടി ആ ഒരു ഫ്ലേവറും കൂടി ചേരുന്നവരെ ജസ്റ്റ് 1 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം ഇപ്പോൾ ഗ്യാസ് ഓഫാണ്. നമുക്കിനി സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ, അപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ സോസൊക്കെ ഒന്നും ചേർത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.